മാസങ്ങളോളം പ്രാർത്ഥിച്ച് യാചിച്ച് ചോദിച്ചു വാങ്ങിയ റമദാൻ മഹാനായ ഇബ്നു റജബുൽ ഹൻബലി റളിയല്ലാഹു അൻഹു ലതായിഫുൽ മിനൽ പറഞ്ഞായി കാണാം. പൂർവികർ വർഷം മുഴുവനും അവർക്ക് റമദാൻ റബീഉൽ അവ്വൽ തൊട്ടിട്ട് റമദാനെ സമാഗതം ചെയ്യാൻ സ്വാഗതം ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ് എന്നുള്ള പ്രാർത്ഥന. റമദാൻ കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ വരെയും കഴിഞ്ഞ റമദാൻ സ്വീകരിക്കുക എന്നുള്ള പ്രാർത്ഥന. നമുക്ക് സമാഗതമായി അതിൽ റഹ്മത്തിൻ്റെ 10 നാളെ അവസാനിക്കുകയാണ്. അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറു ഉത്ഖും മിനന്നാർ. ആദ്യത്തെ 10 റഹ്മത്താണ്. എന്താണ് ഈ 3ആയി ഭാഗിച്ചത്? എപ്പോഴും ഓർക്കണം, എന്താണ് റഹ്മത്ത്? ഇന്ന് ലോകം പല ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ, കാലാവസ്ഥാ വ്യതിയാനം, ജലക്ഷാമം, അങ്ങനെ പല ഭീഷണിയും നേരിടുന്നുണ്ട്. അതെല്ലാം ലോകത്തെല്ലാവരും തൊഴിലില്ലാത്തവരല്ല, ലോകത്തെല്ലാവരും ദരിദ്രരല്ല. ലോകത്തെ 800 കോടി ജനങ്ങളും നേരിടുന്ന ഭീഷണി സ്നേഹശൂന്യതയാണ്. സ്നേഹം അത് കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല. ഒരു ഡോക്ടർക്കും ഒരു ടാബ്ലറ്റോട് നൽകാൻ പറ്റാവുന്നതല്ല. മനസ്സിന്ന് മനസ്സിലേക്ക് മനസ്സുകൾ ഒന്നാവുക, ആ പ്രാർത്ഥനയാണ് റഹ്മത്ത്. അങ്ങകലെ ഗൾഫിൽ അതാ കൊടും ചൂടിൽ മരുഭൂമിയിൽ ഉരുകിത്തീരുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭാര്യ മനസ്സിലാക്കണം, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങകലെ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നത് ഭർത്താവിൻ്റെ അരച്ചാൻ വയറ് നിറക്കാനല്ല. ആ അരച്ചാൻ വയറ് നിറക്കാൻ ഇവിടെ ഇഷ്ടം പോലെ മാർഗമുണ്ട്. എന്നെയും കുട്ടികളെയും പട്ടിണി മാറ്റാനാണ്, നല്ലൊരു വീട് വെക്കാനാണ്, സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കാനാണ്. ആ ഭർത്താവിന് നൽകാനുള്ള ഏറ്റവും വലിയ ഉപഹാരം ഭർത്താവിനെ സന്തോഷിപ്പിക്കലാണ്. ഞാൻ ഫോൺ ചെയ്യുമ്പോഴൊക്കെയും ഭർത്താവ് ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഞാൻ എടുക്കും. ഒരിക്കലും ഭർത്താവിനെ ഞാൻ ടെൻഷൻ എടുപ്പിക്കൂല. ഇല്ലായ്ത്തരങ്ങൾ പറഞ്ഞ്, പോരായ്മകൾ കുറവുകൾ പറഞ്ഞ് ഞാൻ ഭർത്താവിനെ വേദനിപ്പിക്കൂല. ഭർത്താവിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും കേട്ടറിഞ്ഞ് ഞാനതിന് പരിഹാരം നൽകും, ഞാൻ ആശ്വസിപ്പിക്കും. പ്രിയപ്പെട്ട ഭർത്താവ് ഓഫീസുകളിലിരുന്ന് ശരിയാകെ തണുത്ത് മരവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതാ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എൻ്റെ വീട്ടിൽ 6 മണിക്ക് 4 മണിക്ക് അടുക്കളയിൽ പോയിട്ട് ഇത്ര കഷ്ടപ്പെടുന്നത് എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ മക്കൾ, അവളൊന്നും സംരക്ഷിക്കേണ്ടത് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഭാര്യയുടെ കടപ്പാടല്ല, ബാധ്യതയല്ല, എൻ്റെ ബാധ്യത. അതാണ് അവൾ ചെയ്യുന്നത്. അവൾക്ക് പ്രധാനവുമായ ദൗത്യം സ്നേഹം കൊടുക്കലാണ്, സമാധാനം കൊടുക്കലാണ് എന്ന ചിന്തയോടുകൂടെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഉണ്ടെങ്കിൽ അതാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു ദബ്ബാർ റളിയല്ലാഹു തആല തങ്ങൾ ഇബ്രീസിൽ പറയുന്നത്, നൂറുൻ സാക്കിനും ഫിൽ ഖൽബി യഖ്തലി തഫദ്ദുല വൽ ഇഹ്സാൻ. പരസ്പരം സ്നേഹവും സന്തോഷമുണ്ടാകുന്ന മനസ്സുകൾ, അതിനാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. ആ റഹ്മത്ത് ഇനിയുള്ള സെക്കൻഡുകൾ ചോദിച്ചു വാങ്ങുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്നായി യാചിക്കുക, അള്ളാഹുവിൽ തിരിച്ചു മടങ്ങുക. റബ്ബേ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണേ അല്ലാഹ്.